അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC വെച്ച് ഇസ്രായേലി എംബസി ജീവനക്കാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ സമയം ബുധനാഴ്ച വൈകുന്നേരം വാഷിംഗ്ടൺ DCയിലെ ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിൽ നടന്ന ജൂത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ 2 പേർക്കാണ് വെടിയേറ്റത്. നോർത്ത് വെസ്റ്റ് വാഷിംഗ്ടൺ DCയിലെ 3rd and F സ്ട്രീറ്റുകൾക്ക് സമീപം FBI ഫീൽഡ് ഓഫീസിനും US അറ്റോർണി ജനറൽ ഓഫീസിനും സമീപമുള്ള ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിന് സമീപത്താണ് സംഭവം ഉണ്ടായത്. ഒരു പുരുഷനും ഒരു സ്ത്രീക്കുമാണ് വെടിയേറ്റതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ അടുത്തു നിന്നാണ് ഇരുവർക്കും നേരെ വെടിയുതിർത്തതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ തലസ്ഥാനത്ത് വെച്ച്, അതും സെക്യൂരിറ്റി ഏറെയുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഇസ്രായേലി ജീവനക്കാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് അമേരിക്ക. വെടിവെപ്പ് കൊലപാതകങ്ങൾ അമേരിക്കയിൽ ഏറെ നടക്കാറുണ്ടെങ്കിലും അതീവ സുരക്ഷയുള്ള ഒരു പ്രദേശത്ത് വെച്ച് 2 ഡിപ്ലോമാറ്റുകളെ കൊലപ്പെടുത്തിയ സംഭവം ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും സംഭവത്തെ അപലപിക്കുകയും ഞെട്ടൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം എക്സിലെ ഒരു പോസ്റ്റ് വഴിയാണ് വാർത്ത പങ്കുവച്ചത്. US അറ്റോർണി ജെനിൻ പിറോയ്ക്കൊപ്പം സ്ഥലത്തുണ്ടായിരുന്ന അറ്റോർണി ജനറൽ പാം ബോണ്ടിയും സംഭവം സ്ഥിരീകരിച്ചു. കൊലപാതകത്തിന് പിന്നിൽ 2 പേരെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിലൊരാൾ അറസ്റ്റ് ചെയ്തതായും വാർത്തകളുണ്ട്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. വെടിവെപ്പ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ വാഷിംഗ്ടൺ DCയിലെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തി അന്വേഷണം ആരംഭിച്ചു. മ്യൂസിയത്തിന് ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തെ ഹീനമായ സെമിറ്റിക് വിരുദ്ധ ഭീകരപ്രവർത്തനമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലി അംബാസഡർ ഡാനി ഡാനോൺ അപലപിച്ചു. ലോകമെമ്പാടും തങ്ങളുടെ പൗരന്മാരെയും പ്രതിനിധികളെയും സംരക്ഷിക്കുന്നതിനായി ഇസ്രായേൽ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് അറിയിച്ച അദ്ദേഹം സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ അമേരിക്ക ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന പ്രത്യാശയും പങ്കുവച്ചു. അതേസമയം വെടിവെപ്പിനെ കുറിച്ച് തനിക്കും തൻ്റെ സംഘത്തിനും വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. എന്നാൽ ആക്രമണത്തിൻ്റെ ഉദ്ദേശ്യം പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഒരാളെ പിടികൂടിയെന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വാഷിംഗ്ടൺ പോലീസ് മേധാവി പമേല സ്മിത്ത് ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്നും ഇയാൾ കസ്റ്റഡിയിൽ വെച്ച് സ്വതന്ത്ര പലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനിടെ വാഷിംഗ്ടൺ DCയിൽ അടുത്തിടെ നടന്ന കൊലപാതകങ്ങൾ വ്യക്തമായും ജൂതവിരുദ്ധതയാൽ പ്രേരിതമാണെന്നും അവ ഉടനടി അവസാനിപ്പിക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. വെറുപ്പിനും തീവ്രവാദത്തിനും അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. അതേസമയം സംഭവം നയതന്ത്രത്തിലെ അമേരിക്കയുടെ വീഴ്ചയാണെന്ന ആരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞു. നിലവിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സൗഹൃദത്തിലാണെങ്കിലും അമേരിക്കയുടെ പുതിയ ഇറാൻ നയവും ഗൾഫ് രാഷ്ട്രങ്ങളോടുള്ള സമീപനവും ഇസ്രായേലിന് താല്പര്യമുള്ള വിഷയമല്ല. ഈ സാഹചര്യം നിലനിൽക്കെയാണ് തങ്ങളുടെ 2 ഡിപ്ലോമാറ്റുകൾക്ക് അമേരിക്കയിൽ വെച്ച് വെടിയേൽക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്.